പ്രിയപ്പെട്ട സ്വഹാബ, മക്കളുമൊത്തുകൊണ്ട് കഴിഞ്ഞുകൂടുമ്പോ അള്ളാഹു എവിടെയാ നിങ്ങൾക്ക് ഒന്നാമത്തെ പരീക്ഷണം തരുന്നതെന്നറിയോ? ഫി ഔലാദി, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളിലൂടെയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളിലൂടെയാണ്. ഇന്നതാ നേരം വെളുത്തെടുത്തുകൊണ്ട് പരിശോധിച്ചു പോയാൽ അള്ളാഹുവേ, ഓരോ ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയാൽ അതിന്റെ ഉള്ളിൽ കിടക്കുന്ന 60 വയസ്സുള്ളവരല്ല, 70 വയസ്സുള്ളവരല്ല, 40 വയസ്സുള്ളവരല്ല, പിന്നെയോ 3 വയസ്സും 4 വയസ്സും 6 വയസ്സും 7 വയസ്സും 10 വയസ്സുമുള്ള പ്രിയപ്പെട്ട പൊന്നുമക്കളാണ്. അല്ലാഹുവേ, വേദന സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. നൊമ്പരം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കടന്നുകൂടുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രയോ കഥകളറിയാ. 3 വയസ്സുള്ള പ്രിയപ്പെട്ട മക്കൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുന്ന എത്രയോ പ്രിയപ്പെട്ട ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. ഈ തൊട്ടടുത്ത് കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ പ്രഭാഷണം കഴിഞ്ഞ് അല്ലാഹുവേ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ 3.5 വയസ്സുള്ളൊരു പൊന്നുമോള് എന്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറയാണ്, ഉസ്താദേ, എന്റെ പുന്നാര മകൾക്ക് ക്യാൻസറാണ്, അവളുടെ കണ്ണിലാണ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ട ഉപ്പ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു പോകുമ്പോ എന്ത് പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കാൻ കഴിയുക? RCCയിലേക്ക് തൊട്ടടുത്തൊന്ന് കടന്നു പോയതാണ്. മെഡിക്കൽ കോളേജിലേക്കൊന്ന് കടന്നു പോകേണ്ടുന്നൊരാവശ്യം വന്നപ്പോ ഏതായാലും RCCയിലേക്കൊന്ന് കടന്നു പോകാ. അല്ലാ, RCCയുടെ ചാരത്ത്, RCCയുടെ മുമ്പിലായിട്ട് എഴുതി വെച്ചിരിക്കുകയാ, വേദനകളുടെ ലോകമെന്നാട്, വേദനകളുടെ ലോകമെന്നാ. അല്ലാഹുവേ, കണ്ടുകൊണ്ട് മനസ്സ് പൊട്ടിപ്പോവുകയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ 6 7 വയസ്സുള്ളൊരു കുട്ടിയെ കണ്ടുപോവുകയാണ്. അല്ലാഹുവേ, എവിടെ വെച്ചോ കണ്ട് പരിചയമുള്ള പ്രിയപ്പെട്ട പിതാവ് ആ പ്രിയപ്പെട്ട പൊന്നുമകനെ ഒന്ന് കൊണ്ടുവന്ന് കാണിക്കുകയാണ്. അല്ലാ, ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ കൈ അവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട്, ആ പൊന്നുമകന്റെ കാലവിടെ നിന്ന് കെട്ടിയിട്ടുണ്ട്. എന്നോട് ഓടി വന്നുകൊണ്ട് പറയുന്നു, ഉസ്താദേ, പ്രിയപ്പെട്ട പൊന്നുമകനിക്കൊന്ന് മന്ത്രിക്കാവോ? ഞാൻ ചോദിച്ചെന്തിനാ പ്രിയപ്പെട്ട പൊന്നുമകന്റെ കാല് കെട്ടിയിരിക്കുന്നത്, എന്തിനാണ് പൊന്നുമകന്റെ കൈ കെട്ടിയിരിക്കുന്നത്? ഉസ്താദേ, നിങ്ങൾ കടന്നു വരുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് അവരിറങ്ങിയിട്ട് ഓടിയതാ. ഇറങ്ങിയിട്ട് ഓടിയപ്പോഴാളുകളൊക്കെ ഓടിച്ചിട്ട് കൊണ്ട് പിടിച്ചു പോയതാണ്. ഞാൻ ചോദിച്ചെന്തിനാ പ്രിയപ്പെട്ട പൊന്നുമകൻ അങ്ങനെ ഇറങ്ങിയിട്ട് ഓടി എന്ന് ചോദിക്കുമ്പോ ആ പ്രിയപ്പെട്ട പിതാവിന് പറയാ വാക്കുകളില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണുനീര് തുടച്ചുകൊണ്ട് പറയാ, 4 വയസ്സുള്ളപ്പോ എന്റെ പൊന്നുമകനിക്ക് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരിയൊന്ന് പിടിപെട്ടു പോയതാ. ഇന്നത് മൂർധാവിലേക്കൊന്ന് കടന്നു പോയിരിക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോ അവൻ ഇറങ്ങി ഓടുന്നത് എവിടെയെന്നറിയോ? ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ മുമ്പിൽ എടുത്തു ചാടിയിട്ട് ജീവനെടുക്കാ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്നവിടെന്ന് പറയുമ്പോ അല്ലാഹുവേ, അറിയാതെ മനസ്സൊന്ന് പൊട്ടിപ്പോയെന്റെ ചെറുപ്പക്കാരാ. ഇന്നിവിടെ ഇരിക്കുന്ന ഒരുപ്പാന്റെ ഒരു മക്കൾക്കും ക്യാൻസർ പോലത്തെ മാരകമായ രോഗം അല്ലാഹു കൊടുക്കാതിരിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട തോഴനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനാ നിങ്ങളുടെ മക്കളിലേക്ക് അല്ലാഹു രോഗം തരുന്ന എന്നറിയോ? എങ്ങനെയാണ് പ്രയാസങ്ങൾ തരുന്ന എന്നറിയോ? അതൊരു പരീക്ഷണമായി കടന്നു വരികയാ. എന്തേ? പരീക്ഷണത്തിന്റെ നൂനാമാലകൾ നിങ്ങളുടെ പൊന്നുമക്കളുടെ ഉദരങ്ങളിലേക്ക് ക്യാൻസർ എന്ന് പറയുന്ന രോഗം
രോഗമായിട്ട് കടന്നു പിടിക്കുക. അല്ലാ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട ഉപ്പ, ജീവിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, അല്ലാഹു നിങ്ങളുടെ മക്കൾക്ക് ചെറിയ ഒരു രോഗം തരികയാണ്. ആ ഒരു രോഗമെന്ന് തരുമ്പോ ആ ഒരു രോഗത്തിന്റെ പിന്നിലൂടെ കടന്നു പോകുമ്പോ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം മുടക്കിയാൽ വല്ലാഹി അതിലൂടെ പ്രിയപ്പെട്ട മക്കൾക്ക് അല്ലാഹു മാരകമായ രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കുമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉറക്കൊന്നു പറയ്, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ വിചാരിക്കാൻ നമുക്ക് തന്നെ അറിയാം, എന്തെങ്കിലും മക്കൾക്ക് ചെറിയൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ നേരെ ഓടും ഹോസ്പിറ്റലിൽ. പോകണ്ടെന്ന് പറയണില്ല, പോയല്ലേ പറ്റൂ. പക്ഷെ ഇവിടെ നമ്മളെന്താ ചെയ്യുക? സാധാരണ നമ്മൾ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഇനി മക്കളെ കൊണ്ട് പോകുമ്പോൾ ഏത് വഴിയിൽ പോയാലും നമ്മുടെ നിസ്കാരം ഉണ്ടാവില്ല, ഒരു വക്കത്ത് മുടക്കിയാൽ മതി. അതിലൂടെ അള്ളാഹു വീണ്ടും നിന്നെ പരീക്ഷിക്കാൻ. എൻ്റെ വാക്കല്ല, അള്ളാഹിൻ്റെ ഹബീബിൻ്റെ റിസാലത്തിൻ്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് കേട്ടുപഠിച്ച ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉറക്കൊന്നും പറയും, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ മക്കൾക്ക് രോഗം വന്നോ, അള്ളാഹിൻ്റെ പരീക്ഷണത്തിൻ്റെ കാഠിന്യമാണ്, സഹിക്കുന്നില്ല തങ്ങളെ. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു വക്കത്ത് മുടക്കിയോ? അതുമാത്രമല്ല, മുടക്കിയെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ട പുന്നാര മക്കൾക്ക് രോഗം വന്നപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഒരുപാട് ഡോക്ടർമാർ നമ്മൾ കാണിച്ചു പോയതാണ്. പക്ഷേ രോഗത്തിനൊരു മാറ്റം വരുന്നില്ല, രോഗത്തിനൊരു മാറ്റം വരുന്നില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു പോവുകയാണ്, പ്രിയപ്പെട്ട സ്വഹാബാ, മക്കളെ നിങ്ങൾ കൊണ്ടുപോകണ്ടെന്ന് പറയുന്നില്ല, ഇത്രയും ദിവസം രോഗമായി കിടന്നുപോയ പ്രിയപ്പെട്ട പുന്നാര മക്കളുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട പുന്നാര മക്കള് ഓരോ ഡോക്ടർമാരെ വൈദ്യന്മാരുടെ ചാരത്ത് നിങ്ങൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒരൊറ്റ വെട്ടമെങ്കിലും നിങ്ങളെ പടച്ച് പരിപാലിക്കുന്ന അല്ലാഹു ഉണ്ടല്ലോ, ആ റബ്ബിനോട് പറഞ്ഞു, അല്ലാഹുവിനോട് പറഞ്ഞു. അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയോ, ഇല്ല തങ്ങളെ, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ദുനിയാവിന്റെ പുറത്തുകൂടെ ഇത്രയും നാള് പുന്നാര മക്കൾക്ക് രോഗം വന്നപ്പോ അതിന്റെ പിന്നിലൂടെ ഞങ്ങൾ കൊണ്ടുപോയി. പക്ഷേ അവിടെ നിന്ന് അല്ലാഹുവിനോട് പറയാ ഞങ്ങൾ അവിടെ നിന്ന് സമയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടവര് പറയാ. എത്രയോ മരുന്നുകളാണ്, ശ്രദ്ധിക്കണം നമ്മൾ, എത്രയോ മരുന്നുകളാണ് നമ്മൾ കഴിച്ചുപോയത്, എത്രയോ മരുന്നുകളാണ് പ്രിയപ്പെട്ട പുന്നാര മക്കൾക്കൊന്ന് കൊടുത്തു പോയത്. യാ വൈലത്താ വയാ ഹസ്രത്താ, എന്റെ പരാജയമേ, എന്റെ പരാജയമേ, എന്റെ അല്ലാഹുവിനോട് പറയാ, എനിക്കു കഴിഞ്ഞില്ലല്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെന്ന് പറയുമ്പോഴാണ് പറഞ്ഞു പോയത്, ഏത് രോഗമാണ് പടച്ചവൻ തരുന്നത്, അതിന് മക്കൾക്കാകട്ടെ, അതിന് നിനക്കാകട്ടെ, ഭാര്യക്കാകട്ടെ, സഹോദരങ്ങൾക്കാകട്ടെ, ഉമ്മക്കാകട്ടെ, പ്രിയപ്പെട്ടവർക്കാകട്ടെ, ഏത് ഗുളിക നമ്മൾ കഴിച്ചു പോയാലും അല്ലാഹുവിന്റെ കഠിനമായ പരീക്ഷണമെന്ന് കടന്നു വരാതിരിക്കാൻ അല്ലാ ഇത് ഞങ്ങൾ കഴിക്കുകയാണ്. യാ മുസബ്ബിബൽ അസ്ബാബ്, കാരണങ്ങൾ തന്ന് അല്ലാഹുവേ, കാരണങ്ങളിലൂടെ പ്രയാസങ്ങളെ മാറ്റുന്ന അല്ലാ, ഞങ്ങളുടെ ഈ കണ്ണുനീര് മാറ്റണേ അല്ലാ എന്നൊരു വെട്ടമെങ്കിലും ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ പറഞ്ഞു പോയാൽ, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം വയറുവേദന കൊണ്ട് പിളയുകയാണ്. അവിടെ നിന്ന് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനെ വിളിക്കുകയാണ്, യാ അല്ലാഹ്, അല്ലാഹുവേ, വയറ്റിന് വല്ലാത്ത വേദനയാണല്ലോ, സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ, സഹിക്കാൻ കഴിയുന്നില്ല അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരണവേദനയോടെ മല്ലിട്ടുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പൊട്ടിക്കരയുമ്പോ അല്ലാഹു വിളിക്കുന്നു, ഓ മൂസ നബിയേ,
നിങ്ങളൊന്ന് കടന്നു പോവുക. ആ കാണുന്ന മരുഭൂമിയിലേക്ക് നിങ്ങളൊന്ന് കടന്നു പോയിട്ട് നിങ്ങളുടെ ഏത് വേദനയാണോ ആ വേദന മാറാ ആ കാണുന്ന പച്ച ഇലകൾ നിങ്ങൾ പറിച്ചിട്ട് കഴിക്കാൻ പറയുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓടുകയാണ്. ഓടിച്ചെന്നുകൊണ്ട് ആ ഇലയങ്ങ് പറിച്ചിട്ട് ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കുമ്പോഴേക്ക് അല്ലാഹുവേ മൂസ നബിയുടെ വേദന അല്ലാഹു മാറ്റി കൊടുക്കുകയാണ്. ദിവസങ്ങൾ കടന്നു പോവുകയാണ്. വീണ്ടും വേറെ വേദന കൂടുമ്പോ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു പോവുകയാണ്. അല്ലാ കടന്നു പോയിട്ട് ആ പച്ച ഇലകളങ്ങ് പറിച്ചിട്ട് കഴിക്കുമ്പോഴോ മൂസ നബിയുടെ വയറ്റിന്റെ വേദന കൂടുകയാണ്. സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് വിളിക്കുന്നത്, പടച്ച റബ്ബേ വയറ്റിന്റെ വേദന മാറുന്നില്ലല്ലോ. ആ ഒരു ഇല ഞാൻ പറിച്ച് കഴിച്ചു പോയതാണ്, എന്നിട്ടും വയറ്റിന്റെ വേദന മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, മൂസ നബിയേ അന്ന് ഞാൻ പറഞ്ഞപ്പോഴാ നിങ്ങളത് കഴിച്ചു പോയത്, അതുകൊണ്ട് ഞാനതിന്റെ രോഗത്തെ മാറ്റി തന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് രോഗം വന്ന് പ്രയാസപ്പെട്ടപ്പോ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലല്ലേ നബിയേ, അതുകൊണ്ട് അനുഭവിച്ചോ എന്നവിടെന്ന് പറഞ്ഞു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമുക്ക് ഏത് രോഗം വരട്ടെ, ഏത് പ്രയാസം വരട്ടെ, ഏത് ഡോക്ടറിന്റെ മുമ്പിൽ പോകട്ടെ, ഏത് രോഗത്തിന് മരുന്ന് കഴിക്കട്ടെ, ആ ഒരു സമയത്ത് ചൊല്ലിക്കോ യാ മുസബ്ബിബൽ അസ്ബാബ്. അല്ലാഹുവേ കാരണങ്ങൾ തന്നുകൊണ്ട് മറ്റ് കാരണങ്ങളിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുന്ന അല്ലാ, എന്റെ രോഗത്തിന് മാറ്റാൻ കഴിവുള്ളത് നീ തന്നുപോയി. ഈ ഒരു പരീക്ഷണത്തെ മാറ്റാൻ കഴിവുള്ളത് അത് നീയാണ് അല്ലാ. ഏത് പ്രയാസം നമുക്ക് വന്നാലും, ഇനി ആർക്കിനി എന്ത് വിഷമം വന്നാലും, ഏത് മരുന്ന് കഴിച്ചാലും നമ്മൾ പറയേണ്ടത് അള്ളാഹുവിനോടാണ്. ഇത് പഠിപ്പിച്ചു കൊടുത്തത് ആരാണ്? ആദ്യം ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിൻ്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഈ സദസ്സിരിക്കുന്ന ഒരാൾക്കും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു മക്കൾക്ക് അള്ളാഹു രോഗം കൊടുത്തുകൊണ്ട് പടച്ചറബ് പരീക്ഷിക്കാതിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട അങ്ങനത്തെയൊക്കെ രോഗം വന്നാൽ കഴിഞ്ഞില്ലേ നമ്മുടെ കഥ? മുസ്തഫ നബി തങ്ങളാ പറഞ്ഞ രോഗം തന്നിട്ട് പരീക്ഷിക്കും. ആ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ റിസാലത്തിന്റെ പൊൻവരണ ചുണ്ടുകൊണ്ട് കേട്ടിട്ടാ പറഞ്ഞത്, സൂക്ഷിക്കണം സൂക്ഷിക്കണം. ഇല്ലേ, നന്നായിട്ട് കേട്ടോളി ഉമ്മമാരെ. എന്നാൽ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിന് നമുക്കൊരു മാറ്റം വരും. ഈ 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ വളരെ എത്ര പെട്ടെന്ന് സമയം പോവാ. ഞാൻ പെട്ടെന്ന് ഇൻഷാ അല്ലാ പറഞ്ഞ് അവസാനിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങളുടെ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ചില ദുആ ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ച് ഇൻഷാ അല്ലാ ഒന്നും കിട്ടിയില്ലെങ്കിലും അതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുമല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരങ്ങൾ, ഇവിടെ കടന്നു വന്നവർ, ഓരോ ചുവട്ടടി വെച്ചവർ, ഇതിനൊക്കെ പകരം പടച്ചറബ് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. അവരൊക്കെ നമ്മയും പറയാം, പടച്ചറബ് സ്വർഗീയ ലോകം നൽകി അനുഗ്രഹിക്കട്ടെ. നന്നായിട്ട് കേൾക്കുക. ഇന്നത്തെ ഉമ്മമാരോടൊന്നും പിന്നെ ഒന്നും മിണ്ടാൻ പറ്റൂല. ഇവിടുത്തെ ഉമ്മമാരല്ല കേട്ടോ, ചില നാടുകളിലെ ചില ഉമ്മമാരോടൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞാൽ നമ്മൾ പറയുന്നല്ല പറയാ, അവർ കേൾക്കണല്ല പറയാം. അങ്ങനെ അങ്ങോട്ട് പോകണ കോലത്തിലാണ്. ഏതായാലും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ളവർ, ഞാൻ ചെറിയൊരു കാര്യം പറയാം. പണ്ട് ഒരു വാള് കേൾക്കാൻ പാവപ്പെട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഉസ്താദ്മാരുണ്ട്. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പണ്ടൊരു വയസ്സായ ഒരു ഉസ്താദ് ഇതുപോലൊരു വാളിന് വന്നു. അങ്ങനെ വാളിന് പോവാണ്. അങ്ങനെ വാളിന് പോയി. അങ്ങനെ വാളിനൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നു. അങ്ങനെ ഉസ്താദ് ഭക്ഷണം കഴിച്ചു. അങ്ങനെ പാത്രം നന്നായിട്ട് വടിച്ച് നക്കി. അങ്ങനെ ഈ വടിച്ച് നക്കണത് അടുക്കളയുടെ ഭാഗത്ത് നിന്നിട്ട് വയസ്സായ വല്യമ്മ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ വല്യമ്മ പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ പാത്രം ഒന്നും കഴിവേണ്ട, അവിടെ പേരക്കുട്ടികളുണ്ട്, മക്കളുണ്ട്, അവർ പാത്രം കഴിക്കുള്ളൂ. അപ്പോൾ ഉസ്താദല്ലേ മസാല പറഞ്ഞു, ഉമ്മമ്മ ഇങ്ങനെ നന്നായിട്ട് പാത്രം വടിച്ച് നക്കിയാലും മക്കത്തെ പള്ളി വഴി കൂലിയിട്ടു എന്ന് പറയാം. ഭയങ്കര സന്തോഷമായി വല്യമ്മക്ക്. നേരെ അടുക്കളയിൽ പോയി പിന്നെ കുറേ ചോറും കറിയും എല്ലാം കൂടി ഇട്ടങ്ങോട്ട് ഇളക്കിയിട്ട് വീണ്ടും ഉസ്താദിൻ്റെ പാത്രത്തിൽ ഇട്ട് കൊടുത്തു. ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വല്യമ്മ ഇങ്ങനെ കൊണ്ടിടുമെന്ന്. വീണ്ടും അങ്ങനെ അവസാനം ഉസ്താദ് പറഞ്ഞു, ഉമ്മ എനിക്കിൻ്റെ ഭക്ഷണം വേണ്ട, എൻ്റെ ആവശ്യത്തിനുള്ള ഭക്ഷണമായി. അപ്പോൾ ഉസ്താദിനോട് പിന്നെ വല്യമ്മ പറയാൻ, അത് പറഞ്ഞാൽ പറ്റൂല. ഏതായാലും എൻ്റെ പുന്നാർ ഉസ്താദ് നിങ്ങൾ മക്കത്തെ പള്ളി കഴുകി, ഇനി നിങ്ങൾ മദീന പള്ളിയും കൂടി ഇവിടെ നിന്ന് കഴിയിട്ട് പോയാൽ മതി എന്നാണ്. സുബ്ഹാനല്ലാഹ്.
ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ചില നാടുകളിൽ ഏതായാലും അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് യുവാക്കൾ സഹോദരങ്ങൾ നമ്മുടെ പിന്നെ വഴിയോരത്തൊക്കെ ഉണ്ട്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു പുണ്യം കിട്ടൂല. ഈ സദസ്സൊരു വല്ലാത്തൊരു സദസ്സ്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാനും മൈക്കൊക്കെ ഏകദേശം ഒരുപോലെയാണ്. അത് നിങ്ങളിപ്പോൾ നോക്കണ്ട. ഈ സദസ്സിൽ വന്നിരുന്നാൽ അതിന് വല്ലാത്തൊരു പുണ്യമുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറാൻ ഈ സദസ്സു മതി, ഒരു ദുആ മതി. ഈ ഇരിക്കുന്നതിൻ്റെ ഉമ്മമാരുടെ ഒരാമി മതി, സന്തോഷം ഉണ്ടാവും. അള്ളാഹുവെ കടന്നിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഉറക്കൊന്ന് പറയും, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിൻ, എന്ത് പ്രയാസം വന്നാലും അള്ളാൻ്റെ പരീക്ഷണം അത് അള്ളാഹിനോട് തന്നെ പറയണം. എന്നാലും അള്ളാഹു എന്നെങ്ങനെ പരീക്ഷിച്ചല്ലോ, അള്ളാഹു എന്നാലും എന്നെ ഇങ്ങനെ പരീക്ഷിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പറയാൻ പറ്റൂല. കാരണം എന്തെന്നറിയോ? പുണ്യമദീനത്തു റങ്ങും താരക പൂമുല്ല ആരംഭത്താവേ സെയ്തേ മലർ തേൻമുല്ല കാരുണ്യ പൂമാന കരുണയാലേ നിറൈന്തുള്ള അഷ്റഫുൽ ഖൽഖായ പുണ്യതോഹ റസൂലുള്ളാഹ് അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബാ, വേദനയോടുകൂടി കടന്നു വരുമ്പോ ഒന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹുവേ മക്കൾക്കാണ് അല്ലാഹു രോഗം തന്നതെങ്കിലോ നിങ്ങൾ അവിടെ രണ്ട് കാര്യം മനസ്സിലാക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഒന്നുകിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു രോഗം തന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് രോഗം തന്നത്, മക്കൾക്ക് രോഗം തന്നത് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഉദരത്തിലേക്ക് നമ്മൾ അറിയാതെ ഹറാമിയത്തിന്റെ മുതലെങ്കാണം കടന്നുപോയിട്ടുണ്ടാകാ. അങ്ങനെ കടന്നുപോയാ അല്ലാഹു ആ മക്കളിലൂടെ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അറിയാതെ നമ്മുടെ മക്കളുടെ ഉദരത്തിലേക്ക് നമ്മൾ ഹറാമിയത്ത്, നന്നായിട്ട് കേട്ടോളൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കോലത്തിലാ പറയാം, അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങണം. അള്ളാൻ്റെ ഹബീബ് പറയാൻ, അറിയാതെ മക്കളുടെ ഉദരത്തിലേക്ക് നമ്മൾ ഹറാമിയത്ത് നമ്മൾ കൊടുത്താൽ അത് കാരണത്താൽ നിങ്ങളുടെ മക്കളിലൂടെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പഠിപ്പിച്ചത് ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ, നിങ്ങളോട് ഇങ്ങനെ കൂടെ പറയുമ്പോൾ എനിക്കൊരു മാനസികമായൊരു വിഷമമുണ്ട്. എന്നാലും ഒന്ന് അടുത്ത് അങ്ങനെ ഉണ്ടല്ലേ ഇവിടെ നമ്മുടെ മയക്കാർ നമുക്ക് ഒരിക്കലും കുറ്റം. അൽഹംദുലില്ലാ അവർ വളരെ ഉഷാറാണ്. ഇനിയിപ്പം ശബ്ദം കൂടി പറഞ്ഞിട്ട് അവരെ അടിക്കാൻ പോലെ പാവങ്ങളാണ്. അവർ നമ്മളെ ഓർത്തിട്ട് അവരിക്കണം. അല്ലാഹു തആല അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എൻ്റെ ഉപ്പമാരൊക്കെ ശരീരം അനക്കൊന്ന് വെച്ചൂടെ, ഇരിക്കുന്ന ഇരിപ്പെടുത്തി നിങ്ങളുടെ കസേര നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു അല്പം മുന്നോട്ട് നീക്കുക. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാവും. എല്ലാവരും എൻ്റെ ഉപ്പമാരൊക്കെ, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളൊക്കെ ഒന്ന് അടുത്തോട്ട് ഇവിടം വരെ വന്നാൽ പണി പാടും അല്ലേ, അവിടം വരെ ഇൻഷാ അല്ലാ എല്ലാവരും ഒന്ന് അടുത്തോട്ട്. അള്ളാൻ്റെ ദീൻ്റെ സദസ്സല്ല ഒന്ന് ഇരുന്നോളൂ. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. എല്ലാവരും ഒന്ന് ഉറക്കൊന്ന് ചൊല്ലിക്ക് എൻ്റെ ഉപ്പമാരൊക്കെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി വസല്ലിം. അല്ലാഹുവേ, ഈ ചലനത്തോടു കൂടി മുന്നോട്ട് വന്ന മുഴുവൻ സഹോദരങ്ങളിൽ ഉപ്പമാർ ഇവിടെ കടന്ന് എല്ലാവർക്കും നീ നിൻ്റെ സ്വർഗ്ഗം നീ കൊടുക്കണം പടച്ചോനെ. മനസ്സറിഞ്ഞത് എന്നെ നോക്കണ്ട, അള്ളാഹു നീ സ്വർഗം കൊടുക്കണേ റഹ്മാനെ. ഈ സ്വലാത്തിൻ്റെ പവർ നീ ഒന്ന് കാണിച്ചു കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ ഈ ഒരു സ്വലാത്തിലൂടെ നീ മാറ്റണം. എന്തിനൊന്നും വേണ്ട, എത്ര ആളുകളാ ഉമ്മമാരൊക്കെ മനസ്സിൽ ചൊല്ലി, ഉപ്പമാരി എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളൊക്കെ മനസ്സറിഞ്ഞിട്ട് എത്ര ആവേശത്തോടാണ് അള്ളാൻ്റെ ഹബീബിൻ്റെ സ്വലാത്ത് ചൊല്ലിയത്. ഇത്രയും സ്വലാത്തിനെ മുന്നിൽ നിർത്തി നമ്മളൊന്ന് അള്ളാഹുലേക്കൊന്ന് പിന്നെ മനസ്സറിഞ്ഞിട്ട് ദുആ ചെയ്താൽ ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കൂലേ. പടച്ച റബ്ബ് നമ്മളെ കബൂലാക്കട്ടെ.
അള്ളാഹുവെ ഈ സദസ്സിൽ രോഗമായി കഴിയുന്നവരുണ്ടെങ്കിൽ രോഗങ്ങൾക്ക് നീ ഒരു പരിഹാരം തരണേ പടച്ചോനെ ബി ഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ മനസ്സിലാക്കുക, സന്തോഷമല്ലേ? അതുകൊണ്ടറിയാതെ ഹറാമിയത്തിൻ്റെ മുതൽ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ ഉദരത്തിൽ കൊടുത്തുപോയാൽ അതിലൂടെ പരീക്ഷണം വരുമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാ, പ്രിയപ്പെട്ട സ്വഹാബാ, 6 അടി മണ്ണിൽ പോലും രക്ഷപ്പെടാൻ പറ്റൂലല്ലോ, 6 അടി മണ്ണിൽ പോലും രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. അവിടെ അല്ലാഹുവേ നരകത്തിന്റെ തീക്കുണ്ടാരമാണല്ലോ. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ ഇങ്ങനെ വല്ലാതെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാ. അവിടെ ഇരുന്നു കൊണ്ട് പടച്ചവന്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഓതുകയാണ്, أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദർ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്, അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ മരിച്ച് കബറിലാണല്ല അല്ലാ, എൻ്റെ ഉപ്പായുടെ കബറിന്റെ ചാരത്ത് പോയിട്ടൊന്ന് ദുആ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പ്രിയപ്പെട്ട പിതാവിന്റെ കബറിന്റെ ചാരത്തേക്കൊന്ന് കടന്നു പോവുകയാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്രയോ പ്രിയപ്പെട്ട നിങ്ങളുടെ ഉപ്പമാരും ഇവിടെ പറഞ്ഞു പോയിട്ട് പടച്ചവന്റെ പച്ച മണ്ണാകുന്ന കബറിന്റെ ഉള്ളില് ഒരാളുടെ സഹായം പോലും ഇല്ലാതെ കബറിന്റെ ഉള്ളിൽ കിടന്നു പോവുകയാ. ആ പ്രിയപ്പെട്ട ബാപ്പയുടെ ചാരത്ത് പോയിട്ടൊരു ഫാത്തിഹയോദാ, ആ ബാപ്പയുടെ ചാരത്ത് പോയിട്ടൊരു സ്വലാത്ത് ചൊല്ലാറ് എന്തേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നമുക്കൊന്ന് കഴിയാതെ പോകുന്നത്? പടച്ച റബ്ബേ, ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഓതിയിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാ. പ്രിയപ്പെട്ട പിതാവിന്റെ കബറിന്റെ ചാരത്ത് പോയിട്ട് ദുആ ചെയ്യുകയാണ്. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഒരു കരച്ചിൽ കേൾക്കുകയാണ്. എവിടെ നിന്നാണ് കരച്ചിലെന്നറിയൂല. അല്ലാ അല്ലാ. ഇബ്നു ഹജർ തങ്ങൾ തിരിച്ച് പള്ളിയിലേക്കൊന്ന് കടന്നു വരികയാണ്. പടച്ചവന്റെ പള്ളിയുടെ ഉള്ളിലാണ് കരച്ചിലെന്ന് മനസ്സിലാക്കുകയാണ്. ആ പള്ളിയുടെ ഉള്ളിലേക്കൊന്ന് കടന്നു വരുമ്പോഴവിടെ ആരുമില്ലല്ലോ. വീണ്ടും പ്രിയപ്പെട്ട പിതാവിന്റെ കബറിന്റെ ചാരത്തേക്കൊന്ന് പോവുകയാണ്. അവിടെയും ആരും കരയുന്നില്ല. എവിടെയാണ് കരച്ചിലെന്നറിയവയ്യാതെ കുറെ ചുറ്റിക്കറങ്ങുമ്പോഴാണ് അല്ലാഹുവേ, ഒരു പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കബറിന്റെ ചാരത്തുന്നാട് അതിന്റെ ഉള്ളിൽ നിന്ന് വാവിട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊരു കരച്ചിൽ കേട്ടു പോവുകയാണ്. അല്ലാ അല്ലാ. ആരാണ് പടച്ചവനെ ഈ കബറിന്റെ ഉള്ളിൽ വല്ലാതെ കരഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സു നമ്പരത്തോടെ വിടന്ന് കരഞ്ഞു പോവുകയാണ്. ഓടി പള്ളിയിലേക്കൊന്ന് കടന്നു വരികയാണ്. അപ്പോഴാ ആ നാട്ടിലുള്ള വയോവൃദ്ധനായ ഒരു ഉപ്പ കടന്നു വരികയാണ്. അവരോട് ചോദിക്കുന്ന ഉപ്പ, ഞാൻ ഒരു കബർ കാണിച്ചു തന്നാൽ ആ കബറിന്റെ ഉള്ളിൽ ആരെയാണ് കബറടക്കിയതെന്ന് പറയാവോ? ആ നാട്ടിലെ ഏറ്റവും നല്ല കാരണവരായ മനുഷ്യരെയാണ് വിളിച്ചുകൊണ്ട് കബറിന്റെ ചാരത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട വയസ്സായ കിഴവൻ അവിടെ നിന്ന് പെട്ടെന്നൊന്ന് ഓർത്തു നോക്കുകയാണ്. ഓർത്തെടുത്തതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്, പൊന്നുമോനെ ഇബ്നു ഹജർ തങ്ങളെ,
ഈ ഖബറിന്റെ ഉള്ളിൽ ആരാ കിടക്കുന്ന എന്നറിയോ? നിസ്കാരമില്ലാത്തവനായിരുന്നില്ല, നോമ്പില്ലാത്തവനായിരുന്നില്ല, സ്വതക്കയില്ലാത്തവനായിരുന്നില്ല, സക്കാത്തില്ലാത്തവനായിരുന്നില്ല, പാവപ്പെട്ടവരെ സഹായിക്കാത്തവനായിരുന്നില്ല. പക്ഷേ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ അല്ലാഹുവേ പലിശയുമായി അല്പം ഒന്ന് ബന്ധപ്പെട്ടു പോയതാണ്. ഒരുപാടല്ല, ഒരല്പം ഒന്ന് ബന്ധപ്പെട്ടു പോയപ്പോ അല്ലാഹു തആല കൊടുത്ത പരീക്ഷണമാണ് ആ ഖബറിന്റെ ഉള്ളില്. ഇന്നും ആ ഖബറിന്റെ ഉള്ളിൽ നമ്പരമാണ്, പ്രയാസമാണെന്ന് എന്നോട് നീ പറഞ്ഞല്ലോ. അങ്ങനെയായിരിക്കാം. അതിന് കാരണം ജീവിതത്തിൽ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. അല്ലാഹുവേ, ഇന്നിവിടെ കടന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഉപ്പമാര്, അല്ലാഹു നമുക്ക് ദാരിദ്ര്യം തന്നുകൊണ്ട് പരീക്ഷിക്കുന്ന എന്തിനെന്നറിയോ? പട്ടിണി കിടന്നിട്ട് മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് മക്കള് മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് നമ്മൾ മരിച്ചു പോകട്ടെ, പട്ടിണി കിടന്നിട്ട് ഭാര്യ മരിച്ചു പോകട്ടെ. അല്ലാഹുവേ, കൊള്ള പലിശ കൊടുക്കുന്നവന്റെ മുമ്പിലേക്കൊന്ന് കടന്നു പോയിട്ട് എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ബാപ്പ നിങ്ങളുടെ വീടും പറമ്പും അവിടെ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ജീവിതം പോലും ആ മനുഷ്യന്റെ കാൽക്കല് വെച്ച് കൊടുക്കുന്നത് എന്തിനാ? അതിനേക്കാൾ അന്തസ്സായിട്ട് പട്ടിണി കിടന്ന് മരിക്കുന്നതാ നമുക്ക് നല്ലത്. ഒരിക്കൽ പോലെ പ്രിയപ്പെട്ട പൊന്നമക്കളുടെ ഉദരത്തിലേക്ക് ഹറാമിയത്തിന്റെ ഒരു മുതൽ കൊടുക്കല്ലേ സ്വഹാബാ. അങ്ങനെ വന്നു പോയാൽ ആ മക്കൾക്ക് അല്ലാഹു രോഗം കൊടുക്കുന്നതാണ്. അപ്പോഴാ പ്രിയപ്പെട്ട സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, പുണ്യ നബിയേ, അറിയാതെ ചെയ്തു പോയിട്ട് ഇനി എന്താ ചെയ്യുക? അപ്പോഴാണ് മദീനത്തിന്റെ രാജകുമാർ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബോ, അല്ലാഹുവിലേക്കൊന്ന് തൗബ ചെയ്യല. ഇന്നിവിടന്ന് നമ്മൾ സദസ്സൊന്ന് പിരിയുമ്പോ അല്ലാഹുവേ, ഇന്ന് ഉച്ച സമയം വരെ, ഇന്നിവിടത്തേക്കൊന്ന് കടന്നു വരുന്ന സമയം വരെ പലിശയുമായി ബന്ധപ്പെട്ടുവല്ലോ. ഇനി എന്റെ മക്കളുടെ ഉദരത്തിലേക്ക് ഒരു പൈസ പോലും കൊടുക്കില്ല അല്ലോ. ഒരുപാട് നമ്മൾ സാമ്പത്തികമായിട്ട് അവിടെ നിന്ന് എടുത്തത് മക്കളുടെ പഠനത്തിന് വേണ്ടിയാണ്, മക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും മക്കളും പറയണത് മുഴുവനും നമ്മൾ ചെയ്തു. എന്നാൽ അതിന് ഈ ഒരു പലിശയുടെ വഴിയിലൂടെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം വന്ന് ചേരുമെന്ന് പഠിപ്പിച്ചത് ലോകത്തിൻ്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞാൽ മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പുന്നാരുപ്പമാരോട് ഉമ്മമാരോട് പറയാ, അറിയാതെ പെട്ടുപോയിട്ടുണ്ട്, ഇല്ല എന്നല്ല, അറിയാതെ പെട്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് വെക്കാനല്ല, പടച്ചോനെ നമുക്ക് മരിക്കണ്ടേ, ഈ ദുനിയാവിൻ്റെ പുറത്തൊന്നും മരിച്ചു പോകണ്ടേ, ഈ ഒരു ചിന്ത ഉണ്ടായിരുന്നാൽ മതി. എന്തിനാ എപ്പോഴാ മരിക്കണം എന്നറിയില്ല. അവിടെ പോയാൽ ആ പച്ച മണ്ണിൻ്റെ ഉള്ളിലേക്കൊന്ന് പെട്ടുപോയാൽ പിന്നെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അവിടെ രാവും പകലും അല്ലാഹ് ഒരുപോലെ തീ കൊണ്ട് നിറക്കൊല്ല റബ്ബേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോൾ എന്നോട് നിങ്ങൾക്കൊരു വെറുപ്പ് വരില്ല. പടച്ച റബ്ബ് നമുക്ക് അള്ളാഹു നമുക്ക് നല്ല ഹലാലായ വഴികൾ അള്ളാഹു നമുക്ക് തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹിലേക്കൊന്ന് പശ്ചാത്തപിച്ചോളൂ. അറിയാതെ പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹിലേക്കൊന്ന് കരയും, ഒന്ന് കരഞ്ഞിട്ട് വല്ലാതല്ല. അള്ളാഹിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനല്ലേ നമ്മളിവിടെ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വാക്കല്ലേ, നമ്മുടെ മനസ്സെന്ന് അലിയട്ടെ. കല്ല് കരഞ്ഞു. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ എന്താ പറഞ്ഞ, കല്ലിനേക്കാൾ മനുഷ്യന്മാരുടെ ഹൃദയം കല്ലായിപ്പോയെന്നല്ലേ. അവരുടെ ഹൃദയം വല്ലാതെ അങ്ങോട്ട് അധപ്പതനത്തിൻ്റെ കെടാവിളക്കിൽ പാറക്കല്ല് പോലായിപ്പോയെന്ന് ഖുർആൻ പറയുമ്പോൾ അങ്ങനെ ആകരുത് നമ്മുടെ മനസ്സ്. അള്ളാഹ് പടച്ചോനെ ചെയ്തു പോയി, നീ എനിക്ക് മാപ്പ് തരണമല്ല എന്ന് പറഞ്ഞിട്ട് ഒരു തുള്ളി കണ്ണുനീര് വീഴ്ത്തി ഇന്ന് സദസ്സു പിരിയുമ്പോൾ ഈ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ റബ്ബിനോടൊന്ന് മനസ്സ് പൊട്ടി ആമീൻ പറഞ്ഞാൽ മതി, നമ്മൾ രക്ഷപ്പെട്ടു. പടച്ച റബ്ബേ, അറിയാതെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങൾക്ക് പുറത്തു തരണേ പടച്ചോനെ. മനസ്സറിഞ്ഞ് പറഞ്ഞ് നീ ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ. എത്ര ബുദ്ധിമുട്ട് വന്നാലും അതിൻ്റെ പിന്നിലൂടെ കടന്നു പോകാൻ പാടില്ല. പട്ടിണി കിടന്ന് മരിച്ചോട്ടെ, വിഷയമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു ഒന്നുറക്കെ പറയും, ബഹുമാനപ്പെട്ട ആസിം, ആ മഹാനുഭാവൻ്റെ ഖിറാഅത്താണ് ഇന്ന് കോടിക്കണക്കിന് ആളുകൾ ഓതിക്കൊണ്ടിരിക്കുന്നത്.
ആസിം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു ദാരിദ്ര്യം വന്നു, വല്ലാത്തൊരു നൊമ്പരം, വല്ലാത്തൊരു പ്രയാസം വന്നു. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല. വീട്ടിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു മഹാനുഭാവനല്ലേ, അദ്ദേഹം നമുക്കത് അവിടെ നിന്ന് മനഃപൂർവ്വ സന്തോഷത്തോടു കൂടി എഴുതി തന്ന ആ ഒരു ഖുർആൻ്റെ ആശയം നമ്മളൊന്നിപ്പോൾ ഓതാൻ. പടച്ച റബ്ബ് അവരുടെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞു തരട്ടെ. ഞാൻ നിങ്ങൾക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു ദുആ ചെയ്ത ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാൽ ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ദുആ ചെയ്താൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകും. പറയട്ടെ നിങ്ങൾ പറയട്ടെ ഇൻഷാ അല്ലാ. ഞാൻ ഇന്ന് മുതൽ ഒന്നുകിൽ എൻ്റെ മൊബൈലുള്ളവരൊക്കെ ഒന്ന് ഓണാക്കി വെച്ചോളി. ഇൻഷാ അല്ലാ ഈ ദുആ അവിടെ വെച്ച് പറയുമ്പോൾ ഒന്ന് റെക്കോർഡ് ചെയ്തോളി. ഞാൻ ഇന്ന് മുതൽ ഇൻഷാ അല്ലാ എങ്ങനെയെങ്കിലും എനിക്ക് ഓതാൻ പറ്റും എന്നെ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നത് ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഇൻഷാ അല്ലാ ഒന്ന് കൈവയ്ക്കാൻ മതി. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആസിം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത നൊമ്പരം, ദാരിദ്ര്യം മഴുകയാണ്. ആസിം റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാ. ഇറങ്ങി വന്നിട്ട് പടച്ച റബ്ബേ, അല്ലാഹുവിൻ്റെ പ്രവിശാലമായി കിടക്കുന്ന മരുഭൂമിയുണ്ടല്ലോ, ആ മരുഭൂമിയിലേക്കൊന്ന് കടന്നു വന്നുകൊണ്ട് വുളൂ എടുക്കുകയാണ്. വുളൂ എടുത്തുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വരികയാ. സ്വല്ലല്ലാഹി മാഷാ, ഒരുപാട് നിസ്കരിക്കുകയാണ്. ഒരുപാട് ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. അവിടന്ന് പടച്ച റബ്ബേ സുജൂദിലേക്ക് വീണുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. എന്നിട്ട് മണലിലേക്കൊന്ന് തലവെക്കുകയാ. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരൻ പറഞ്ഞു, പ്രിയപ്പെട്ട ആസിമേ, നിനക്കെന്ത് പ്രയാസം വരട്ടെ, നിനക്കൊന്ത് നൊമ്പരം വരട്ടെ, നിനക്കെന്ത് കഷ്ടപ്പാട് വരട്ടെ, എന്നെ വന്ന് വിളിച്ചാൽ മതിയല്ലോ, എന്നെ വന്ന് വിളിച്ചാൽ മതിയല്ലോ. നിന്റെ പ്രയാസങ്ങൾ കാണാൻ ഞാനുണ്ട്, നിന്നെ സഹായിക്കാൻ ഞാനുണ്ടെന്നവിടെന്ന് ആസിം റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറയുമ്പോ അവിടെ നാസിർ റളിയല്ലാഹു അൻഹുവിന് വേണമെങ്കിൽ കൂട്ടുകാരനോട് ചെന്നുകൊണ്ട് സഹായം ചോദിക്കാ. പക്ഷേ ചെയ്തില്ലല്ലോ. ആസിം റളിയല്ലാഹു തആല അൻഹു ഓടി വന്നുകൊണ്ട് ഒളിവെടുത്തുകൊണ്ട് മണലിലേക്ക് വീഴുകയാണ്. സുജൂദിലേക്ക് വീഴുന്നു. ആ മണലിലേക്കൊന്ന് കവിൾ തടം വെച്ചുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. യാ മുസബ്ബിബൽ അസ്ബാബ്, യാ മുഫത്തിഹൽ അസ്വാബ്, വയാ സാമിഅൽ അസ്വാത്, യാ മുജീബദ് ദഅവാ, യാ قاضي الحاجة اكفني بحلالك عن حرامك واغنني بفضلك عمن سواك. ചെറിയൊരു ദുആയാണ്. വല്ലാത്ത കാഠിന്യത വന്ന് കടന്നു വന്നപ്പോ, വല്ലാത്ത പ്രയാസം കടന്നു വന്നപ്പോ ആസിം റളിയല്ലാഹു അൻഹു റബ്ബിനോട് പറഞ്ഞു പോവുകയാണ്, യാ മുസബ്ബിബൽ അസ്ബാബ്, അല്ലാഹുവേ എന്ത് കാരണങ്ങൾ തരുന്നു, ആ ഒരു കാരണങ്ങളിലൂടെ കാരണങ്ങൾ വെച്ചുകൊണ്ട് ജീവിതത്തിന് പരിഹാരം തരുന്ന അല്ലാഹുവേ എന്റെ പ്രയാസങ്ങൾ മാറ്റുന്ന വയാ സാമിഅൽ അസ്വാത്, മനസ്സ് പൊട്ടിയിട്ട് ഈ ദുആ ചെയ്യുമ്പോ എന്റെ ദുആയെ കേൾക്കുന്ന യാ മുജീബദ് ദഅവാ, അല്ലാഹുവേ മനസ്സ് പൊട്ടിയിട്ട് ദുആ ചെയ്തു പോയാൽ ആ ഒരു ദുആക്ക് ഉത്തരം തരുന്ന യാ ഖാളിയൽ ഹാജ, ആഗ്രഹങ്ങളെ നിറവേറ്റി തരുന്ന പ്രയാസങ്ങൾ വരട്ടെ, കടങ്ങൾ കൊണ്ട് വലയുന്നവരാകട്ടെ, മക്കളെ കെട്ടിക്കാൻ നിവർത്തിയില്ലാതെ കരയുന്നവരാകട്ടെ, ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഗ്നിനി ബിഫളലിക അമ്മൻ സിവാ. പടച്ച റബ്ബേ
ഒരു മനുഷ്യന്റെ മുമ്പിലും കൈനീട്ടുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. പടച്ച റബ്ബേ, ഹറാമിലൂടെ കടന്നു പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, നീ എനിക്ക് നിഅമത്തായി തരുന്ന നിന്റെ പരിശുദ്ധமான സമ്പാദ്യമുണ്ടല്ലോ, ഹലാലായ മുതലുണ്ടല്ലോ, അതിൽ നിന്ന് എനിക്ക് തരണേ അല്ലാ. മറ്റൊരുത്തന്റെ മുമ്പിൽ ചെന്നിട്ട് കൈ നീട്ടിയിട്ട് യാചിക്കുന്ന ഒരു ഗതികേട് തരല്ലേ അല്ലാ. ഒന്നുകൂടെ വന്ന് കേട്ടോ, അവിടുന്ന് ബഹുമാനപ്പെട്ട ആസിന്തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്യുകയാണ്. യാ മുസബ്ബിബൽ അസ്ബാബ് യാ മുഫത്തിഹൽ അസ്വാബ് വയാ സാമിഅൽ അസ്വാത് യാ മുജീബദ് ദഅവാ യാ ഖാളിയൽ ഹാജാ ഇക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫളിക അമ്മൻ സിവാ. ഇതിങ്ങനെ ഓതിയിട്ട് മഹാനുഭാവനൊന്നറിയാതെ വന്ന് ഉറങ്ങിപ്പോവുകയാണ്. ദാരിദ്ര്യം സഹിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, അവിടന്ന് വീണ്ടും നിസ്കാരത്തിലേക്കൊന്ന് കടന്നു വരികയാ. ഇതേ ദുആ അവിടന്ന് ചൊല്ലി, അവിടന്ന് ചൊല്ലിയിട്ട് അവിടന്ന് വലത്തോട്ട് സലാം വീട്ടുകയാണ്, ഇടത്തോട്ടും സലാം വീട്ടുകയാണ്. അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അതാ ഒരു പ്രാവ് പറന്നു വരികയാണ്. ആ പ്രാവ് പറന്നു വന്നിട്ട് ഒരു പുതിയതാ മഹാനുഭാവന്റെ മുമ്പിലേക്കും ഇട്ടുകൊടുക്കുകയാണ്. അല്ലാ അല്ലാ, ആ ഒരു പുതിയ അവിടുന്ന് ബഹുമാനപ്പെട്ടവരവിടുന്ന് നോക്കുകയാണ്. ഫൈദാ ഫീഹി സമാനൂന ദീനാറാ. അപ്പോഴാണ് ആ ഒരു പൊതിയുടെ ഉള്ളില് 80 ദീനാർ അവിടുന്ന് കാണുന്നത്. എവിടെന്നാ ഇത് കിട്ടിയതെന്നറിയോ? ഒരാളുടെ മുമ്പിലും കൈനീട്ടുന്ന ഒരവസ്ഥ വന്നിട്ടില്ല. പടച്ച റബ്ബിനോട് മനസ്സുരുവിയിട്ടെന്ന് ദുആ ചെയ്താൽ മക്കളെ വളർത്താൻ മറ്റുള്ളവന്റെ മുമ്പിൽ പോയിട്ട് അവിടുന്ന് കൈനീട്ടേണ്ടവരില്ല. മക്കളെ കെട്ടിക്കാൻ മറ്റുള്ളവന്റെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കേണ്ടുന്നൊരവസ്ഥ വരില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി മുതൽ ദുആ ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ടെന്ന് ദുആ ചെയ്തു പോയാൽ ആസിം റളിയല്ലാഹു അൻഹുവിനെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു സഹായിച്ചല്ലോ. ഇതുപോലെ അല്ലാഹു നമ്മളെയും സഹായിക്കുമല്ലോ. അതുകൊണ്ട് അല്ലാഹുവേ, എന്ത് പ്രയാസം വരട്ടെ, എന്ത് പരീക്ഷണം വരട്ടെ, എന്ത് നൊമ്പരം വരട്ടെ, നിറഞ്ഞ മനസ്സോടെ ചൊല്ലോ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.